ഒരുപാട് പേർക്ക് ഈ ഹൃദയാഘാതത്തിൻ്റെ പ്രശ്നം ഉണ്ട്. ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഭക്ഷണം 30 വയസ്സിന് താഴെയുള്ള യങ്സ്റ്റേഴ്സിൽ പൊതുവേ ഇപ്പോൾ IT-യിലൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് രാവിലെ മുതൽ രാത്രി വരെയുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ വീട്ടിലെ ഭക്ഷണം ആയിരിക്കില്ല കഴിക്കുന്നത്, മിക്കപ്പോഴും പോയി ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണങ്ങളായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ ഹോട്ടലിലെ ഭക്ഷണം നമുക്കറിയാം എപ്പോഴും ഈ എണ്ണ അവർ കറക്റ്റായിട്ടുള്ള എണ്ണ ആയിരിക്കില്ല, ചിലപ്പോൾ 2-3 ദിവസം പഴക്കമുള്ളതോ ഒരാഴ്ച വരെ പഴക്കമുള്ള എണ്ണയൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പിന്നെ കെമിക്കൽസ് യൂസ് ചെയ്യും, അവർ പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട് ഈ ഒരു ഹോട്ടൽ ഫുഡിലെന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ ഈ പാക്കറ്റ് ഫുഡുകൾ, അതിൽ ഒരുപാട് ഉപ്പും അല്ലെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ കേടായി പോകാതിരിക്കാനുള്ള പ്രിസർവേറ്റീവ്സ് ഒക്കെ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് വഴി നമുക്കത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുപോലെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് മയോണൈസിൻ്റെ ഒരു യൂസ്. അതിപ്പോൾ മന്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബർഗർ അങ്ങനെ എന്തെങ്കിലും കഴിക്കുമ്പോൾ തന്നെ മയോണൈസിൻ്റെ യൂസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു പ്രശ്നം വളരെയധികം ഉണ്ടാവും.